ചൈനയുടെ ഭീമൻ അണക്കെട്ട് വരുന്നു. ഏറെ ആശങ്കയോടെ തന്നെയാണ് ഇന്ത്യ അണക്കെട്ടിനെ നോക്കിക്കാണുന്നത്. ചൈനയുടെ ഈ നീക്കം ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനത്തിന് അടുത്താണ്. വരുന്നത് കൂറ്റൻ സൂപ്പർ ഡാം തന്നെയാണ്. $167.8 ബില്യൺ, അതായത് ഏകദേശം 14.4 ലക്ഷം കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. ചൈന പണിതുയർത്തുന്ന അണക്കെട്ടിന്റെ നിർമ്മാണം ദക്ഷിണേഷ്യയിൽ വലിയ ആശങ്കകൾക്ക് വഴിവെക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു യുദ്ധമുണ്ടായാൽ ഈ അണക്കെട്ട് ഒരു പ്രധാന ആയുധമാകുമോ എന്നും ഇതിലൂടെ ഭാവിയിൽ പാരിസ്ഥിതിക ദുരന്തത്തിനോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾക്കോ സാധ്യതയോ ഉണ്ടോ എന്നുമാണ്. അണക്കെട്ടുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ മറുപടി അല്ലെങ്കിൽ നിലപാട് എന്താണെന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. നമുക്കറിയാം, ബ്രഹ്മപുത്ര നദി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ജീവനാഡിയാണ്. ആ നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഈ അണക്കെട്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ജലസുരക്ഷയ്ക്കും പാരിസ്ഥിതിക മാറ്റത്തിനും കനത്ത ഭീഷണി സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് വിദഗ്ധരും പറയുന്നത്. മാത്രമല്ല, അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായാൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ്. ചൈന ലക്ഷ്യം വെക്കുന്നതും ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കൂടിയാണിത്. ചൈന ഈ അണക്കെട്ട് നിർമ്മിക്കുന്നത് ഇന്ത്യൻ അതിർത്തിയോട് വളരെ ചേർന്നാണ്. ഒരു യുദ്ധമുണ്ടായാൽ അതേ കാരണം തന്നെയാണ് ആശങ്കയുണ്ടാക്കുന്ന കാര്യം. കാരണം ചൈനയ്ക്ക് ഈ അണക്കെട്ട് ഇന്ത്യക്കെതിരായ ഒരു ആയുധമായി ഉപയോഗിക്കാൻ എളുപ്പം സാധിക്കും. അത്തരത്തിൽ ഒരു യുദ്ധത്തിന് ചൈന ശ്രമിച്ചാൽ തന്നെ അണക്കെട്ട് തുറന്നുവിട്ട് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വൻ പ്രളയം സൃഷ്ടിക്കാനും സാധിക്കും. മറിച്ച് വരൾച്ചയുള്ള സമയത്താണെങ്കിൽ നദിയിലേക്കുള്ള ഒഴുക്ക് പൂർണ്ണമായി തടയാനും ചൈനയ്ക്ക് സാധിക്കും. ഇത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെയും കൃഷിയെയും സാധാരണ അന്തരീക്ഷത്തെയും മോശമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. നിലവിൽ നദീജലം പങ്കുവെക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യയും ചൈനയും തമ്മിൽ വ്യക്തമായ ഒരു കരാറും നിലവിലില്ല. അതിനാൽ തന്നെ ചൈന ഏകപക്ഷീയമായി അണക്കെട്ട് നിർമ്മിക്കുന്നത് മേഖലയിലെ സമാധാനത്തിനും നിലവിലുള്ള സ്ഥിരതയ്ക്കും വലിയ ഭീഷണി തന്നെയാണ് ഉയർത്തുന്നത്. ചൈനയിൽ സർക്കാർ 2024 ഡിസംബറിലാണ് പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. പദ്ധതി പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് കാർബൺ ന്യൂട്രാലിറ്റി, ടിബറ്റ് മേഖലയിലെ വികസനം എന്നിവയാണ്. അണക്കെട്ടിലെ പദ്ധതി പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമായാൽ 60 ഗിഗാവാട്ട് ആയിരിക്കും പദ്ധതിയുടെ ഉൽപാദന ശേഷി എന്ന് പറയുന്നത്. അങ്ങനെ വന്നാൽ പ്രതിവർഷം 300 ബില്യൺ യൂണിറ്റ് വൈദ്യുതി ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതുവഴി ഈ വൈദ്യുതി ചൈനയിലെ മറ്റു പ്രദേശങ്ങളിലും എത്തിക്കാൻ സാധിക്കും. കൂടാതെ യാതൊരു തടസ്സവുമില്ലാതെ ടിബറ്റിന്റെ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയും. ഇത് ചൈനീസ് അധികൃതർ വിശദീകരിക്കുന്ന കാര്യമാണ്. നിലവിൽ ചൈനയുടെ വിശദീകരണത്തിൽ പറയുന്നത് അണക്കെട്ട് ഇന്ത്യയും ബംഗ്ലാദേശിനെയും ബാധിക്കില്ല എന്നാണ്. പക്ഷേ പരിസ്ഥിതി ലോല മേഖലയായ ഇവിടം വലിയ പദ്ധതികൾ വരുന്നതും പ്രത്യാഘാതങ്ങൾ വലുതാക്കുമെന്നാണ് പരിസ്ഥിതി സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നത്. വലിയ തോതിൽ ജലം കെട്ടിനിൽക്കുന്നത് ഭൂകമ്പ സാധ്യതാ മേഖലയായ ഇവിടെ കൂടുതൽ ആശങ്കാജനകമാക്കുകയാണ്. അതായത് ഭൂകമ്പത്തിനും മണ്ണിടിച്ചിലിനും സാധ്യത കൂടുതലാണ്. ആശങ്കപ്പെട്ട പോലെ ഒരു ദുരന്തമുണ്ടായാൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ ഉറപ്പായും ബാധിക്കും. അതൊന്നും വകവയ്ക്കാതെയാണ് ചൈന അണക്കെട്ടിന്റെ നിർമ്മാണവുമായി മുന്നോട്ടു പോകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.